RJ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് 2021 ജനുവരി 9 വരെയുള്ള ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആനുകാലിക ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, രാഷ്ട്രപതിയുടെ ഭാരതീയ പ്രവാസി പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാം? രാഷ്ട്രപതിയുടെ ഭാരതീയ പ്രവാസി പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാം? Who are the Malayalis who received the President's ഭാരതീയ പ്രവാസി അവാർഡ്? രാഷ്ട്രപതിയുടെ ഭാരതീയ പ്രവാസി പുരസ്കാരം ലഭിച്ച മലയാളികളാണ് ഇവിടെ ചോദ്യം. ശ്രദ്ധിക്കുക, നമുക്ക് ഓരോരുത്തരിലേക്ക് പോകാം. 4 പേർ ഉണ്ട് രാഷ്ട്രപതിയുടെ ഭാരതീയ പുരസ്കാരം ലഭിച്ച ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ. അത് ഒന്ന് പ്രിയങ്ക രാധാകൃഷ്ണൻ, ഇവർ ന്യൂസിലൻഡിൻ്റെ മന്ത്രിയാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ. അതുപോലെ രണ്ടാമത്തെ ഡോക്ടർ മോഹൻ തോമസ്, പ്രിയങ്ക രാധാകൃഷ്ണൻ്റെ ചിത്രമാണിത്. അതായത് ഡോക്ടർ മോഹൻ തോമസ് ഖത്തർ ബിർള പബ്ലിക് സ്കൂൾ ചെയർമാനാണ് മോഹൻ തോമസ്. അതേപോലെ തന്നെ അടുത്ത മൂന്നാമത്തേത് ഡോക്ടർ സിദ്ദിഖ് അഹമ്മദാണ്, സൗദിയിലെ ഇറാം ഗ്രൂപ്പ് ചെയർമാനാണ് സിദ്ദിഖ് അഹമ്മദ്. അതേപോലെ തന്നെ നാലാമത്തെ ആൾ KG ബാബുരാജൻ, ബഹ്റൈനിലെ വ്യവസായിയാണ്. KG ബാബുരാജൻ ബഹ്റൈനിലെ വ്യവസായിയാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കത്തോലിക്ക സഭയുടെ ഷെവലിയർ ബഹുമതി ലഭിച്ച ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹത്തിന് കത്തോലിക്ക സഭയുടെ ഷെവലിയർ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച വിദ്യാർത്ഥിക്കുള്ള കമാനി ട്രസ്റ്റ് പുരസ്കാരവും നേടിയിട്ടുള്ള ആളാണ്. അതേപോലെ MSEND, അതായത് എയിംസിൽ നിന്ന് സ്വർണ്ണ മെഡൽ നേടിയ ആളാണ് ഡോക്ടർ മോഹൻ തോമസ്. അദ്ദേഹത്തിന് നിരവധി പുരസ്കാര ജേതാവ് കൂടിയാണ്. കൊച്ചി സ്വദേശിയാണ് മോഹൻ തോമസ്. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് സ്വർണ്ണ മെഡലോടുകൂടിയാണ് അദ്ദേഹം MSEND നേടിയത്. അതേപോലെ മികച്ച വിദ്യാർത്ഥിക്കുള്ള കമാനി ട്രസ്റ്റ് പുരസ്കാരം ഈ ഡോക്ടർ മോഹൻ തോമസിന് ലഭിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇപ്പം 4 പേർക്കാണ് പ്രവാസി പുരസ്കാരം ലഭിച്ചത്: പ്രിയങ്ക രാധാകൃഷ്ണൻ, ഡോക്ടർ മോഹൻ തോമസ്, ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, KG ബാബുരാജൻ. ഇനി മറ്റൊരു കാര്യം, പ്രവാസി ദിനം ജനുവരി 9 ആണ്. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങി വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. 2001 മുതലാണ് ഇത് ആചരിച്ചു വരുന്നത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഈ അടുത്തതായി അന്തരിച്ച മാധവ് സിംഗ് സോളങ്കി ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? റീസെൻ്റ്ലി ദ ലൈറ്റ് മാധവ് സിംഗ് സോളങ്കി വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഈ അടുത്തായിട്ട് അന്തരിച്ചതാണ് മാധവ് സിംഗ് സോളങ്കി. ഇദ്ദേഹം ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. മാധവ് സിംഗ് സോളങ്കി ഗുജറാത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു. 1991 നരസിംഹറാവു മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രി, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി ആരാണ്? സുബ്രഹ്മണ്യം ജയശങ്കർ. പ്രസന്റ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സുബ്രഹ്മണ്യം ജയശങ്കർ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നേരത്തെ വിദേശകാര്യമന്ത്രിയായിരുന്നു സോളങ്കി. അതേപോലെ ഗുജറാത്ത് മുഖ്യമന്ത്രി കൂടിയായിരുന്നു ഇദ്ദേഹം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സുഭാഷ് ചന്ദ്രബോസിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്? എത്രാമത് ജന്മവാർഷികമാണ്? ഹൗ മെനി ബർത്ത്ഡേസ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ആർ ബീങ് സെലിബ്രേറ്റഡ് ദിസ് ഇയർ? ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സുഭാഷ് ചന്ദ്രബോസിൻ്റെ 125ാമത് ജന്മവാർഷികമാണ് ആഘോഷിക്കാൻ പോകുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തി ഓർ സുഭാഷ് ചന്ദ്രബോസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 23rd 125ാം ജന്മദിനമാണ് ആചരിക്കാൻ പോകുന്നത്. അതേപോലെ അദ്ദേഹം എല്ലാ ജനുവരി 23-നുമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആചരിക്കുന്നത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തി അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് ജന്മദിനം എല്ലാ വർഷവും ജനുവരി 23 ആഘോഷിക്കും. 125ാമത് ജന്മദിനമാണ് അദ്ദേഹത്തിൻ്റെ ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം, അക്ഷയ സേവനങ്ങൾ വീട്ടിലെത്തിക്കുന്ന സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഹു ഈസ് എ ബ്രാൻഡ് അംബാസഡർ ഓഫ് അക്ഷയ സർവീസ് വോളണ്ടിയേഴ്സ്? അക്ഷയ സേവനങ്ങൾ അത് വീട്ടിലെത്തിക്കുന്ന സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഹു ഈസ് എ ബ്രാൻഡ് അംബാസഡർ ഓഫ് അക്ഷയ സർവീസ് വോളണ്ടിയേഴ്സ് ആരാണ്? ടോവിനോ തോമസ് ആണ് അക്ഷയ സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡർ. ടോവിനോ തോമസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന റൂട്ട്
എവിടെ നിന്ന് എവിടം വരെയാണ് ആരംഭിച്ചത്? എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന റൂട്ട് എവിടെ നിന്ന് എവിടം വരെ? ഫ്രം വേർ ഡിഡ് ദ ലോങ്സ്റ്റ് ഫ്ലൈറ്റ് റൂട്ട് ഇൻ ദ ഹിസ്റ്ററി ഓഫ് എയർ ഇന്ത്യ സ്റ്റാർട്ടഡ്? എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന റൂട്ടാണ് ഇത്. അത് എവിടെ നിന്ന് എവിടം വരെ എന്ന് നമുക്ക് നോക്കാം. അത് സാൻ ഫ്രാൻസിസ്കോ, അമേരിക്കയിൽ നിന്ന് ബംഗളൂരിലേക്കാണ്. സാൻ ഫ്രാൻസിസ്കോ എന്ന് ബംഗളൂരിലേക്ക് ഏതാണ്ട് 14,003 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് വനിതകൾ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ക്യാപ്റ്റൻ സോയ അഗർവാളിൻ്റെ എയർ ഇന്ത്യ ഓൾ വുമൺ പൈലറ്റ് ടീമാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഈ ഫ്ലൈറ്റ് പറത്തുന്നത്. ക്യാപ്റ്റൻ സോയ അഗർവാളിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോയ അഗർവാളിൻ്റെ നേതൃത്വത്തിലുള്ള വുമൺ പൈലറ്റ് ടീമാണ് ഈ ഫ്ലൈറ്റ് പറത്തുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സാൻ ഫ്രാൻസിസ്കോ, അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ബംഗളൂരിലേക്കാണ് ഈ എയർ ഇന്ത്യയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്ലൈറ്റ് ഉള്ളത്. അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. സംസ്ഥാനത്തെ ആദ്യ ഹരിത ജയിൽ ഏത്? വിച്ച് ഈസ് എ ഫസ്റ്റ് ഗ്രീൻ ജയിൽ ഇൻ ദ സ്റ്റേറ്റ്? കണ്ണൂർ സ്പെഷ്യൽ ജയിലാണ് സംസ്ഥാനത്തെ ആദ്യ ഹരിത ജയിൽ എന്നറിയപ്പെടുന്നത്. കണ്ണൂർ സ്പെഷ്യൽ ജയിലാണ് സംസ്ഥാനത്തെ ആദ്യ ഹരിത ജയിൽ. കണ്ണൂർ സ്പെഷ്യൽ ജയിലാണ്. ഇനി അടുത്ത ജനുവരി 8-ന് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജനുവരി 8-ന് കടലിൽ തകർന്നു വീണ ഇന്തോനേഷ്യ വിമാനം, അതായത് 2021 ജനുവരി 8 2021 ജനുവരി 8-ന് തകർന്നു വീണ ഇന്തോനേഷ്യൻ വിമാനത്താവളത്തിൽ അടുത്ത് ജക്കാർത്തയിൽ തകർന്നു വീണതാണ്. 21 ജനുവരി 8-ന് ജക്കാർത്തയ്ക്ക് സമീപം കടലിൽ തകർന്നു വീണ ഇന്തോനേഷ്യൻ വിമാനം ഏതെന്നാണ് ചോദ്യം. വിച്ച് ഇന്തോനേഷ്യൻ പ്ലെയിൻ ക്രാഷ്ഡ് ഇൻ ടു ദി സീ ഓൺ ജാനുവരി 8? ശ്രീവിജയ് എയർ ആണ്. അതായത് ശ്രീവിജയ് എയർ ആണ് തകർന്നു വീണത്. അതായത് അതിലെ ബോയിങ് 737-500 പ്ലെയിൻ വിമാനമാണ് തകർന്നു വീണത്. ശ്രീവിജയ് എയർ കമ്പനിയുടെ ബോയിങ് 737-500 വിമാനമാണ് തകർന്നു വീണത്. അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 8ാമത്തെ ചോദ്യം, രാജ്യാന്തര ഏകദിനത്തിലെ ആദ്യ സെഞ്ചുറി നേടിയ മലയാളി ആരും? രാജ്യാന്തര ഏകദിനത്തിൽ ആദ്യ സെഞ്ചുറി നേടിയ മലയാളി. ഹു ഈസ് ദ ഫസ്റ്റ് മലയാളി ടു സ്കോർ എ സെഞ്ചുറി ഇൻ ഓഡീസ്? CP റിസ്വാൻ ആണ് രാജ്യാന്തര ഏകദിനത്തിലെ ഏറ്റവും ആദ്യത്തെ സെഞ്ചുറി നേടിയ മലയാളി. രാജ്യാന്തര ഏകദിനത്തിലെ ആദ്യ സെഞ്ചുറി നേടിയ മലയാളി. അയർലൻഡിനെതിരെയായിരുന്നു അദ്ദേഹം ഇത് നേടിയത്. UAE വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. UAE. അപ്പോൾ 109 റൺസാണ് അദ്ദേഹം നേടിയ. ഈ മത്സരത്തിൽ അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് ആയി പുരസ്കാരവും നേടുകയുണ്ടായി. CP റിസ്വാനാണ് ആദ്യ മലയാളി. രാജ്യാന്തര ഏകദിനത്തിൽ ആദ്യ സെഞ്ചുറി നേടിയ മലയാളി CP റിസ്വാനാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, UAEയുടെ ആദ്യ ചൊവ്വാ ദൗത്യ പേടകം ഏതെന്നാണ്? പേടകമാണ് ചോദിച്ചത്. വിച്ച് വാസ് ദ ഫസ്റ്റ് മാർസ് മിഷൻ ടു ദി UAE? അമാൽ പ്രോബാണ്, അതല്ലെങ്കിൽ അമാലാണ് UAEയുടെ ആദ്യ ചൊവ്വാ ദൗത്യ പേടകം. വിച്ച് വാസ് ദ ഫസ്റ്റ് മാർസ് മിഷൻ ടു ദി UAE? അമാലാണ് UAEയുടെ ആദ്യ ചൊവ്വാ ദൗത്യ പേടകം. അടുത്ത 10ാമത്തെ ചോദ്യം നോക്കാം. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ കോഴിക്കോട് വിമാന അപകടം നടന്നത് ഏത് ദിവസം? കോഴിക്കോട് വിമാന അപകടം. ഇപ്പോൾ വിമാനാപകടമായിട്ട് ഇന്നൊരു വാർത്ത വന്നതോടുകൂടി തന്നെയാണ് ഈ വാർത്തയും ഇട്ടത്. ഇതിന് പ്രസക്തിയുണ്ട്. നിരവധി PSC പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ കോഴിക്കോട് വിമാന അപകടം നടന്നത് ഏത് ദിവസം എന്നാണ്? ഓൺ വിച്ച് ഡേ ദ കോഴിക്കോട് പ്ലെയിൻ ക്രാഷ് ദാറ്റ് ക്ലെയിംഡ് മെനി ലൈവ്സ് ടേക്ക് പ്ലേസ്? ഓൺ വിച്ച് ഡേ എന്നാണ് ഈ ക്രാഷ് നടന്നതെന്ന് നമുക്ക് നോക്കാം. കോഴിക്കോട് പ്ലെയിൻ ക്രാഷ് 2020 ഓഗസ്റ്റ് 7-നാണ്. 2020 ഓഗസ്റ്റ് 7-നാണ് കോഴിക്കോട് വിമാന അപകടം നടന്നത്. കോഴിക്കോട് വിമാന അപകടം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ അപകടം നടന്നത്. വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ പേരെന്തെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ പേര്. പ്ലെയിൻ ക്രാഷസ് അറ്റ് കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏതാണ്? എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 1344 എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 1344. എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 1344 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ അടുത്തത് അതുമായി റിലേറ്റ് ചെയ്ത് മറ്റൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് PSCയിലൊക്കെ. അപകടത്തിൽപ്പെട്ട വിമാനം നിയന്ത്രിച്ച പൈലറ്റ്. ദ പൈലറ്റ് ഹൂ കൺട്രോൾ ദി ക്രാഷ്ഡ് പ്ലെയിൻ? ക്യാപ്റ്റൻ ദീപക് വി സതയാണ് ഇത് നിയന്ത്രിച്ച പൈലറ്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഈസ് കരിപ്പൂർ എയർപോർട്ട് ലൊക്കേറ്റഡ്? ജില്ല മലപ്പുറമാണ്. ശ്രദ്ധിക്കുക, കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. അതുപോലെ തന്നെ അതിൻ്റെ പൈലറ്റ്, അപകടത്തിൽപ്പെട്ട വിമാനം നിയന്ത്രിച്ച പൈലറ്റ് ക്യാപ്റ്റൻ ദീപക് വി സാദയാണ്. അതുപോലെ സഹ പൈലറ്റ് ചിലപ്പം ചോദിച്ചാൽ അഖിലേഷ് ശർമ്മയാണ്. അഖിലേഷ് ശർമ്മ ഞാനിവിടെ കൊടുത്തിട്ടില്ല. സഹ പൈലറ്റ് അഖിലേഷ് ശർമ്മയും
അതേപോലെ തന്നെ വിമാനം നിയന്ത്രിച്ച പൈലറ്റ് ക്യാപ്റ്റൻ ദീപക് വി സദേമാണ്. അതുപോലെ ഏത് ഫ്ലൈറ്റ് ആണെന്ന് ചോദിച്ചാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 1344 നമ്പർ ഓർക്കുക, കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നടന്നത് 2020 ഓഗസ്റ്റ് 7-നാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം 14ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നിലവിൽ വന്നത് എന്നാണ്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കെയിം ഇൻ ടു ഫോഴ്സ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് എന്നുള്ളതാണ്. 2020 ജൂലൈ 29. ഈ ദിനത്തിനൊക്കെ പ്രാധാന്യമുണ്ട്. PSC UPSC എക്സാമുകളിൽ ഈ ദിനങ്ങളൊക്കെ ചോദിക്കാം. 2020 ജൂലൈ 29-നാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നത്. അതിൻ്റെ ചെയർമാൻ 2020 കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ചെയർമാൻ ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കമ്മിറ്റി ഡോക്ടർ കെ കസ്തൂരിരംഗനാണ്. ഇതിൻ്റെ ചെയർമാൻ. അതുപോലെ ഇതുമായി റിലേറ്റ് ചെയ്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേരെന്താണെന്നുള്ളതാണ്. ന്യൂ നെയിം ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കി, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാക്കി, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതുമായി റിലേറ്റ് ചെയ്ത് തന്നെയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാന്നുള്ളത്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ രമേശ് പൊക്രിയാൽ നിശാങ്ക് ആണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന 2020 ജൂലൈ 29. വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാൻ കസ്തൂരിരംഗനാണ്. അതേപോലെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിശാങ്ക് ആണ്. ഈ ചാനൽ ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.